ശ്രീ പത്മനാഭൻ, ഇവിടെ നിലപാടില്ലാതെ ഉഴലുന്ന CPM-നെയാണോ കാണാൻ കഴിയുന്നത്? അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 2026 തന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഒരുപാട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭ കഴിഞ്ഞു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുമൊക്കെ നമുക്ക് ബോധ്യമായ ഒരു സത്യമുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റ്, ഇലക്ഷനിലെ തന്ത്രങ്ങളുടെ രൂപീകരണം, അത് നടപ്പിലാക്കലൊക്കെ വലിയ ഒരു സംഭവമാണ്. ഇപ്പം ഏറ്റവും ഉദാഹരണം ഞാൻ രണ്ടെണ്ണം പറയാം. ഹരിയാനയിൽ എല്ലാവരും കോൺഗ്രസ് ജയിക്കുന്നു പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളും ഈ റിപ്പബ്ലിക് ചാനൽ വരെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിട്ട് ഹരിയാന കോൺഗ്രസ് ജയിക്കുന്നു പറഞ്ഞു. കോൺഗ്രസ് തോറ്റു. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു ഇത് ബെറ്റർ മാനേജ്മെന്റ് BJP ആണ് നടത്തിയത്. BJPയുടെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ മുമ്പിൽ കോൺഗ്രസ് തോറ്റുപോയി എന്ന് പറഞ്ഞു. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ എന്നാലും അവര് പറഞ്ഞു. ഇപ്പൊ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 30 സീറ്റ് ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടി. പക്ഷെ അവര് നിയമസഭ വന്നപ്പോ അവര് തോറ്റുപോയി. തുന്നമ്പാടി, അതായത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങി. അന്നും ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ബെറ്റർ മാനേജർമാരാണ് BJPയും NDAയും, അതുകൊണ്ടാണ് അവർ ജയിച്ചത്. ഇത് കേരളത്തിന് ബാധകമാണ് ഒരു പരിധി വരെ. കാരണം CPM-നാണ് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളത്. കാരണം അവരുടെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ധാരാളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും അവരുടെ കൈവശമുണ്ട്. സഹകരണ ബാങ്കുകൾ അവരുടെ കൈവശമുണ്ട്. ചില സഹകരണ ബാങ്കുകളിലൊക്കെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ ഇതൊക്കെ അവരുടെ കൈവശമാണ്. അപ്പൊ അവർക്കാണ് താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പൊ അവര് ഇലക്ഷന്റെ വളരെ മാസങ്ങൾക്കും മുമ്പ് തന്നെ, ഇപ്പോ ഈ വരുന്ന ഒക്ടോബർ മാസം, നവംബർ മാസത്തിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ട് ബാങ്കുകൾ സ്വായത്തമാക്കാനുള്ള CPM-ന്റെ ഒരു നീക്കമാണിത്. അപ്പൊ അവര് ഒരു വശത്തു കൂടെ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി അവർ വളരെ അലോക്യത്തിലാണ്. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഭരണം അവരുടെ അടുത്താണ്. പല ആനുകൂല്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും ഒരുപാട് സഹായം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പരസ്യമായി അവരെ എതിർക്കും. എന്നിട്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കും. ഇത് അവരുടെ ഒരു തന്ത്രമാണ്. കാരണം അവർ വളരെ നന്നായി മാനേജ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഈ മാനേജ്മെന്റിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പൊ അവർക്ക് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് അല്ലെ UDF-ലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ബേജാറൊന്നുമില്ല. കാരണം 2019-ൽ പോയതൊക്കെ അവർ 21-ൽ തിരിച്ചു പിടിച്ചവരാണ്. ഈ 2 വർഷം കൊണ്ട് ആ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തിരിച്ചു പിടിച്ച് അവര്, നമുക്കറിയാലോ, താനൂര് ജയിച്ചു, തവനൂര് ജയിച്ചു. അവര് മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റുകൾ നിലനിർത്തി, നിലമ്പൂര് നിലനിർത്തി. അപ്പൊ അവർക്ക് അതൊക്കെ അറിയാം. അതൊക്കെ അവര് മുസ്ലിം സമുദായത്തിനിടയിൽ ഇന്ന് ലീഗിന് പഴയ സ്വാധീനമില്ല. ലീഗ് ഏതര സംഘടനകൾക്കാണ് കൂടുതൽ സ്വാധീനമെന്നറിയാം. അപ്പൊ അവര് ലീഗിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളെ രഹസ്യമായി സ്വാധീനിക്കും. എന്നിട്ട് ലീഗിനെ പരസ്യമായി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിനെ പരസ്യമായി വിമർശിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ അവരുടെ തന്ത്രമാണ്. അങ്ങനെ തന്ത്രപരമായ യുദ്ധം ഈ 2 മുന്നണികളും തമ്മിൽ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദ വോട്ട് ബാങ്കിനെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തില്, ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ തീവ്രവാദ വോട്ട് ബാങ്കൊന്നും ഇല്ല. അവർക്ക് ആ വക കാര്യങ്ങൾക്കൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. ചില പള്ളിത്തർക്കങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ടെന്നല്ലാതെ അവര് പൊതുവെ ഈ തരത്തിലുള്ള വോട്ട് ബാങ്കൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ അതങ്ങനെയല്ല. തീവ്രവാദ വോട്ട് ബാങ്ക് ഉണ്ട്. അതിനെ സ്വാധീനിച്ച് ലീഗേതര തീവ്രവാദ വോട്ടുകളെ സ്വാധീനിച്ച് ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കിടമത്സരമാണ് 2 കൂട്ടരും തമ്മിൽ. ഇതല്ലേ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷമായി നടക്കുന്നത്. കേരളം കടക്കണിയിൽ മുങ്ങി പോകുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. ഖജാനാവ് കുത്തുവാളയെടുത്ത് പൂച്ച പറ്റി കിടക്കുകയാണെങ്കിലും ഈ വക കലാപരിപാടികളൊക്കെ ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. നമുക്ക് കാണാം. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ
ഇതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്ന് വോട്ട് ചെയ്യണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും പ്രീണന രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് CPM എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഫലമായി പ്രത്യക്ഷത്തിൽ പലപ്പോഴും വർഗീയ ചേരി പറയുന്നതോടൊപ്പം പരോക്ഷമായി ഇതേ വർഗീയ ചേരിയോടൊപ്പം നിൽക്കുന്ന സമീപനം തന്നെയാണ് കാണുന്നത്.